ഞാൻ വിട്ടത് ഒന്ന് നോക്കിയിട്ട് അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. 7-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ പാരഗ്രാഫ് വായിക്കാം. 1-ാമത്തെ പാരഗ്രാഫ് നമ്മൾ വായിച്ചതാണ്. ഓരോരോ കൂട്ടരുടെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം വായിക്കാം. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുൻപിൽ കവിണ്ണു വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തനോട് വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. 6-ാം മുദ്ര പൊട്ടിച്ചിട്ട് 7-ാം മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു ദൂതൻ വന്ന് വിളിച്ചു പറഞ്ഞു, സ്വല്പം നിർത്തണം, കാരണം ഞങ്ങൾക്ക് ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. ഇസ്രയേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന്, ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 വീതം, 12 ഗോത്രത്തിൽ നിന്ന് 1,44,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നതാണ് 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നാം കണ്ടത്. അപ്പൊ അവരെ ഭൂമിയിലാണ് മുദ്രയിട്ട് വേർതിരിച്ചത്. 2-ാം ഭാഗത്തില് ഇവിടെ പറയുന്നത് എന്താണ്? സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണി കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ അവരാരാണെന്ന് അവിടെ തന്നെ പറയുന്നു. സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുമുള്ള ഒരു വലിയ പുരുഷാരം. അവരെ ഒന്നുകൂടെ കാണിച്ചു തരാം. 6-ാം അധ്യായം 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ അവിടെ നമ്മൾ പറഞ്ഞ കാര്യം, ന്യായവിധി അങ്ങോട്ട് തുടങ്ങി 1, 2, 3, 4 ഓരോരോ ന്യായവിധികളായിരുന്നു. 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? നമ്മളത് വായിച്ചത്, അതുകൊണ്ട് ഒന്നോടൊന്ന് വായിച്ചോളൂ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. കണ്ടില്ലേ? അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കുറെ പേരെ കൂടെ കൊല്ലപ്പെടുവാനുണ്ട്. അവരും കൂടെ വന്നു തികയുവോളം സ്വസ്ഥമായിട്ട് പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. ഈ കാര്യം നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴ് അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ കാലത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ ഉള്ള ദൈവത്തിന് ജനമെല്ലാം പോയി. എന്നാലും അപ്രതീക്ഷിതമാണ് ആ പോക്ക്. അടുത്ത ദിവസം പോകാത്ത ഒത്തിരി പേര് പോകാൻ ആഗ്രഹിച്ചവരാ, പക്ഷെ പോയില്ല. അപ്പൊ അവർക്ക് തെറ്റ് മനസ്സിലായി. അങ്ങനെ കുറേ ആളുകൾ തങ്ങളെ തന്നെ തിരുത്തി ദൈവത്തെങ്കിലേക്ക് തിരിയുമെന്നും, പക്ഷെ തിരുത്തിയാലും അക്കാലത്തെ ഭരണസമ്പ്രദായം അനുസരിച്ച് വേറൊരു മതം അനുവദനീയമല്ല. അപ്പൊ അങ്ങനെ യേശുവിന്റെ പുറകെ പോയാൽ കൊല്ലുന്ന ഒരു ഭരണാധികാരിയാണ് എഴുന്നേറ്റ് വരുന്നത്. അയാൾ ഈ ആളുകളെ കൊല്ലും. അങ്ങനെയാണ് അവരുടെ ആത്മാക്കളെ, അവരെല്ലാം രക്തസാക്ഷികളായവരാണ്, അവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. അപ്പോ അവര് ചോദിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ, ഞങ്ങൾ കുഴപ്പമൊന്നും കാണിച്ചാലല്ലോ, ഞങ്ങൾ അങ്ങേ സേവിച്ചതല്ലേ ഉള്ളൂ, ഇവരെല്ലാം കൂടെ ഞങ്ങളെ കൊന്നു, അതിന് പ്രതികാരം നടത്തണമെന്ന് പറഞ്ഞോ പറയാണ്, സ്വസ്ഥമായി പാർക്കും, ഇനിയും വേറെ ഒത്തിരി പേരെ കൂടെ ഇതുപോലെ കൊല്ലാനുണ്ട്,
അവർ വന്നു തികയുവോളം അടങ്ങി പാർക്കണം എന്ന് പറഞ്ഞിട്ട് അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അപ്പൊ ഭൂമിയിലാണ് സംഭവം നടന്നത്. അവരെ യാഗപീഠത്തിന്റെ കീഴിലാണ് നമ്മൾ അന്നേരം കാണുന്നത്. ഇപ്പൊ നോക്കൂ, അതേ പ്രയോഗമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി. പക്ഷെ ഇപ്പൊ അവർ നിൽക്കുന്നത് എവിടെയാണ്? സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം അവർ സ്വർഗത്തിലേക്ക് പോയി. ഈ ഒരു കൂട്ടർ, ഇവരെ സ്വർഗത്തിലാണ് ഈ കൂട്ടർ കാണുന്നത്. എന്നിട്ട് അവരുടെ പാട്ടെല്ലാം കഴിഞ്ഞ് വെച്ച് ചോദിക്കുകയാണ്, ഇവരാരാണ് എന്ന് അവിടുന്ന് തന്നെ ഒരു ശബ്ദം വിളിച്ചു ചോദിക്കുന്നു. അപ്പോ യോഹന്നാൻ മറുപടി പറയാണ്, എനിക്കറിയില്ല, യജമാനൻ അറിയുമല്ലോ. അതിനെന്താണ് മറുപടി പറഞ്ഞിരിക്കുന്നത്? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവർ ഈ മഹാകഷ്ടകാലത്തിൽ നിന്ന് വന്നവരാണ്. ഇങ്ങനെ ഒത്തിരി പേരെ കൊന്നു. പക്ഷേ കൊന്ന അവരെ ഈ സമയമായപ്പോ അവരുടെ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് കാണുന്നു. ഇത് പുനരുത്ഥാനത്തിന്റെ ഒരു പ്രത്യേക കാലമാണ്. അതിനോട് ചേർത്ത് ഒരു പാഠം കൂടെ പറഞ്ഞേക്കാം. ഒന്നിച്ചങ്ങ് പോയിക്കോട്ടെ. 20-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇവര് ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ച ആളുകളാണ്. പക്ഷേ ഇവർ ആദ്യമേ ഉള്ളവരാണ്. അവരങ്ങ് മേളിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഈ ഭരണകാലം, ഈ 3.5 വർഷമാണ് അതിന്റെ ഭീകരകാലം. ഈ ഭരണാധിപന്റെ ഭരണത്തിന്റെ തനി ഭീകരകാലം. അദ്ദേഹം മൃഗം എന്ന തലയിൽ വെളിപ്പെടുന്ന ആ സമയത്താണ്. അപ്പോഴാണ് ഈ മുദ്രയും എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ അത് കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അപ്പൊ അവരിവിടെ വെച്ചാണ് ജീവിക്കുന്നത്. യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതല്ലേ പറയുന്നത്. 19-ാം അധ്യായത്തിൽ താഴോട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ ഇവിടെ അവർ ജീവിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് അങ്ങോട്ടങ്ങ് പ്രവേശിച്ചു. ഇവിടെ വെച്ച് അവർ ജീവിക്കുന്നു, അങ്ങോട്ട് പ്രവേശിക്കുന്നു. ഓക്കെ, ബാക്കി മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിക്കുന്ന ആളുകൾ ഇതിനപ്പുറത്തേ ജീവിക്കുന്നുള്ളൂ. അവസാനത്തെ ഒരു പുനരുദ്ധാനം ഉണ്ടല്ലോ, എല്ലാ ദുഷ്ടന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. അതുവരെ അവർ ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. ഇവിടെ വെച്ചുള്ള ഇതിനെ എന്താ വിളിക്കുന്നത്? 1-ാമത്തെ പുനരുദ്ധാനം. അപ്പൊ ആളുകൾക്ക് അതൊരു അല്പം കൺഫ്യൂസിങ് ആയ ഒരു കാര്യമാണ്. കാരണം അവിടെ പറയുന്നു ഇത് 1-ാമത്തെ പുനരുദ്ധാനം. ആക്ച്വലി വേറെ പുനരുദ്ധാനം നമ്മൾ കണ്ടില്ലേ? ഇവിടെ വെച്ച് പുനരുദ്ധാനം നടന്നില്ലേ? ആളുകൾ സ്വർഗത്തിൽ പോയല്ലോ. ക്രിസ്തുവിൽ മരിച്ചവർ അവർ പോയി. പിന്നെ ഒരു 144,000 പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ പലരും പോയി. പിന്നെയും ഇവിടെ വരുമ്പോൾ എന്താണ് ഈ 1-ാമത്തെ പുനരുദ്ധാനം എന്ന് പറയാൻ കാര്യം? ഇവിടെ 1-ാമത്തെ പുനരുദ്ധാനം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതൊക്കെ എന്താണ്? അപ്പൊ അങ്ങനെ ചോദ്യം ഉണ്ടാവും. അങ്ങനെ ചോദ്യം ഉണ്ടാവുമ്പോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം അതിന്റെ 20-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ക്രിസ്തു ഇവിടെ വെച്ച് നിദ്ര കൊണ്ടവരിൽ പ്രയോഗം ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലല്ലേ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അടുത്തത് ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. എല്ലാരും ജീവിപ്പിക്കപ്പെടും, പക്ഷെ അതിന് വ്യത്യസ്ത നിരകളുണ്ടെന്ന്. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. പിന്നെ അടുത്ത ആദ്യ ഫലം ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. പിന്നെ അവസാനം. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. നിര ഇതാണ്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. എന്താണ് ഈ ആദ്യ ഫലം ക്രിസ്തു എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം
അതൊരു പഴയ നിയമപ്രയോഗമാണ്. ആ പ്രയോഗം അനുസരിച്ച് ഒരു മനുഷ്യൻ കൃഷി ചെയ്താൽ, ആര് കൃഷി ചെയ്താലും, ദൈവത്തിൻ്റെ ആളുകൾ ഇസ്രായേൽ കൃഷി ചെയ്താൽ, ആദ്യത്തെ കറ്റ കൊയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു കൊടുക്കണം. ആദ്യത്തെ കറ്റ അവരവരെടുക്കാൻ പാടില്ല. ഇനി എന്ത് കൃഷിഫലമാണെങ്കിലും ആദ്യത്തത് കൃഷി ചെയ്യുന്നവനെടുക്കാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ കൊണ്ടു കൊടുക്കണം. അതാണ് ദൈവത്തിൻ്റെ നിയമം. ഞാൻ കഴിഞ്ഞ ദിവസം ദശാംശമൊക്കെ പറഞ്ഞ സമയം ഓർമ്മയുണ്ടോ? അതുപോലെ ഇത് ദൈവത്തെ ബഹുമാനിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അംഗീകരിക്കുന്ന കാര്യം, ദൈവമേ ഈ കൃഷി അനുഗ്രഹിച്ചു തന്ന അങ്ങാണ്. ഞാൻ നട്ടു, പക്ഷെ മഴ തന്നത് അങ്ങാണ്. കാലാവസ്ഥ അനുകൂലമാക്കി തന്നത് അങ്ങാണ്. ഈ കൃഷി ഉണ്ടാക്കി തന്ന അങ്ങയുടെ കൃപയാണ്. അതുകൊണ്ട് അതിന് ബഹുമാനമായിട്ടാണ് ഈ ഒന്നാമത്തെ കറ്റ, എന്തായാലും ഒന്നാമത്തത് ആദ്യ ഫലം ദൈവത്തിനുള്ളത്. അത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ്. ഇന്നും പാലിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല നിയമമാണ്. ആദ്യത്തത് ദൈവത്തിന് കൊടുത്താൽ അത് ദൈവത്തിൻ്റെ ആ ദാനത്തിനുള്ള ഒരു സ്തോത്രയാഗമാണ്. ഓക്കെ, ഇനി അപ്പൊ ആ ആദ്യ ഫലം ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആദ്യത്തെ ഒരു കറ്റ കൊയ്യുന്നു, അത് ദൈവത്തിന് കൊണ്ട് കൊടുക്കുന്നു, ആദ്യത്തെ കറ്റ. പക്ഷെ ആദ്യത്തെ കറ്റ കൊയ്താൽ കൊയ്ത്ത് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെ? ആദ്യത്തെ കറ്റ കൊയ്യുമ്പോൾ കൊയ്ത്ത് തുടങ്ങി. അപ്പൊ ബാക്കി കറ്റകളും കൊയ്യും. ഒന്നും കൊണ്ട് കൊടുത്തു, പക്ഷെ അടുത്തത് കൊയ്യും. ഇപ്പൊ നമ്മുടെയൊക്കെ രാജ്യത്ത് എല്ലാം മെഷീനറി വെച്ച് ചെയ്യുന്ന കാലമല്ല. പണ്ട് ഭൂമിയിലെങ്ങും അങ്ങനെ മെഷീനറി ആയിരുന്നില്ല. ഇന്ന് പല പല രാജ്യങ്ങളിൽ വളരെയേറെ ദേശം ഒന്നിച്ച് കൃഷി ചെയ്യാൻ പറ്റും, ഒന്നിച്ച് കൊയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു സ്ഥിതി ഇന്നുണ്ട്. പക്ഷേ കാലങ്ങൾക്ക് മുമ്പോ ഇപ്പൊ ഒരാൾക്ക് ഒരു 10 ഏക്കർ നിലമുണ്ടെങ്കിൽ ആ നിലം എല്ലാം കൂടി ഒറ്റയടിക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിവസങ്ങളെടുക്കും എല്ലാം ചെയ്തു വരാൻ. കൊയ്ത് വരാനും ദിവസങ്ങൾ എടുക്കും. കാരണം ചില കണ്ടങ്ങൾ വേഗം പാകമായും പാകമാകുന്നതങ്ങ് കൊയ്യും. മറ്റതും പാകമാകുമ്പോഴേ കൊയ്യുള്ളൂ. അല്ലാതെ കൊയ്ത്തിന് സമയം വന്നു കുറെ ഭാഗങ്ങൾ പാകമായി എന്നും പറഞ്ഞ് മൊത്തമായ ഒരു കൊയ്ത്ത് നടക്കുമോ? എല്ലാം കൂടെ തൂത്തുവാരി കൊയ്യുമോ? കൊയ്യില്ലല്ലോ. പാകമാകുന്ന ആ നിലങ്ങൾ നേരം കൊയ്യും. അടുത്തത് മേ ബി ഒരാഴ്ച കഴിഞ്ഞായിരിക്കും പാകമാകുന്നത്. അത് പാകമാകുമ്പോഴേ കൊയ്യുള്ളൂ. പക്ഷെ കൊയ്ത്തൊന്നല്ലേ, ഒരു സീസണിന്റെ കൊയ്ത്തല്ലേ അത്. അപ്പൊ ഈ ഒരു നിലം ഈ ആഴ്ച കൊയ്തു, അടുത്ത 10 നിലങ്ങൾ വേറൊരാഴ്ച കൊയ്തെങ്കിലും കൊയ്ത്ത് രണ്ടാവുന്നില്ല, ഒറ്റ കൊയ്ത്താണ്. ഒരു സീസൺ മൊത്തം ഒരു കൊയ്ത്താണ്. അതുപോലെ ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അത് ഗ്യാരണ്ടി പറഞ്ഞു, ഇനിയും മരിച്ചവർ ഉയർക്കും. ആദ്യ ഫലമായി യേശു ഉയർത്തു. ബാക്കി ക്രിസ്തുവിൽ മരിച്ചവരും ഉയർക്കും. എല്ലാവരും ഉയർക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടി ആയിരുന്നു. അത് ആദ്യത്തെ കറ്റ. ആദ്യത്തെ കറ്റ കൊയ്ത് കഴിഞ്ഞ് വെച്ച് അടുത്തത് എന്താണ് സംഭവിച്ചത്? ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. മറ്റേത് ആദ്യ ഫലമാണ്. ഇത് ടോട്ടലി ഡിഫറന്റ് അല്ല, തീർത്തും വ്യത്യാസമല്ല. ആദ്യ ഫലം, ബാക്കി അടുത്ത കറ്റകൾ വരുന്നു. കൊയ്ത്തിന് സമയമാകുമ്പോൾ അടുത്ത കറ്റകൾ വരുന്നു. അപ്പോ അത് വേറൊരു വിഭാഗമാണ്. ആ വിഭാഗം ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അപ്പൊ ആ ക്രിസ്തുവിനുള്ളവരെല്ലാം കൂടി ഒന്നാം ഭാഗം. അത് കണ്ടില്ലേ? ഇവിടെ ഒരു കൂട്ടം ആളുകൾ പാകമായി. അതേതാണ്? യേശു ക്രിസ്തുവിന്റെ സഭ. സഭ പാകമായപ്പോ അതിനെയും കൊണ്ടുപോയി. അപ്പൊ അത് ഒന്നാം കൊയ്ത്തിന്റെ ഒന്നാം ഭാഗം. ക്രിസ്തു കഴിഞ്ഞിട്ട് ഒന്നാം ഭാഗം. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട കാര്യം ഇപ്പൊ 7-ാം അധ്യായത്തിൽ ഒരു കൂട്ടരെ കാണുന്നു. അവരാരാണ്? സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഇക്കാലത്ത് ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചവരാണ്. ഇവിടുത്തെ ആളുകളല്ല, അവർ പോയി കഴിഞ്ഞു. ഇക്കാലത്ത് യേശുവിന്റെ ജനത്തെ ചേർപ്പ് കഴിഞ്ഞ ശേഷം, സഭയെ ചേർപ്പ് കഴിഞ്ഞ ശേഷം ദൈവത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കപ്പെട്ട ആളുകൾ. അപ്പൊ അവരും രക്തസാക്ഷികളായപ്പോ അതും ഭാഗമായി. ആ സംഘത്തെയും അങ്ങ് കൊണ്ടുപോകുന്നു, അവരെ സ്വർഗത്തിൽ കാണുന്നു. അത് കഴിയുമ്പോഴാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ ഭൂമിയിൽ കാണുന്ന 144,000 പേരെ 14-ാം അധ്യായത്തിൽ ഇവിടെ കാണുന്നു. സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ കാണുന്നു. അപ്പൊ അതൊരു സെപ്പറേറ്റ് ഗ്രൂപ്പാണ്, ഡിഫറെന്റ് ഗ്രൂപ്പാണ്. ഇസ്രായേലാണ്, പക്ഷേ അതിന്റെ ആദ്യഫലം, മനുഷ്യരുടെ ആദ്യഫലമായി വീണ്ടെടുത്തവർ. അവരെയും അതിന്റെ സമയമായപ്പോഴത്തേക്ക് കൊണ്ടുപോയി. പിന്നെ 12-ാം അധ്യായത്തിൽ നമ്മളൊരു ആൺകുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇല്ലേ? അത് ആക്ച്വലി ഇത് തന്നെയാണ്. ഈ 144,000 ആളുകൾ തന്നെയാണ്. അപ്പൊ
അവരെ കൊണ്ടുപോകുന്നു. ഇനി ഇതിനിടയ്ക്ക് പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇടയ്ക്ക് പാകമാകുന്നവരെ കൊയ്തെടുക്കും. അതിന്റെ അവസാനത്തെ സെറ്റാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവരാ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് മരിച്ച സകല വിശുദ്ധന്മാരും ഇവിടെ വെച്ച് ഉയർത്തെഴുന്നേൽക്കും. ആരെയും പിന്നെ ബാക്കിയിട്ടേക്കില്ല. അപ്പൊ ഇതെല്ലാം ഒന്നാം പുനരുത്ഥാനം. ഏതാണ് ഒന്നാം പുനരുത്ഥാനം? ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അപ്പൊ ക്രിസ്തുവിനുള്ളവരുടെ ആ പുനരുത്ഥാനത്തിന് മൊത്തം പറയുന്ന പേരാണ് ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. അല്ലെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകം 24 അധ്യായത്തിന്റെ 13 വാക്യം കൂടി ഒന്ന് വായിച്ചോളൂ. പ്രവൃത്തികളുടെ പുസ്തകം 24 അധ്യായം 13 വാക്യം. ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുൻപാകെ 15 ആയിരിക്കും. നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വെച്ചിട്ടില്ലേ. 2 പുനരുത്ഥാനം. നീതിമാന്മാരുടെ പുനരുത്ഥാനം, നീതി കെട്ടവരുടെ പുനരുത്ഥാനം. അങ്ങനെ 2 പുനരുത്ഥാനമുണ്ട്. അപ്പൊ ആ 2ൽ ആദ്യത്തത് നീതിമാന്മാരുടെ പുനരുത്ഥാനമാണ്. അതായത് സ്വർഗത്തിൽ പോകാനുള്ളവരുടെ പുനരുത്ഥാനമാണ്. അത് മൊത്തം ഒരു യൂണിറ്റാണ്. അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള സകല ആളുകളുടെയും പുനരുത്ഥാനത്തിന്റെ ക്ലോസിംഗ് ആണ് ഇവിടെ. അവിടെ അതിന്റെ തുടക്കമായിരുന്നു, ഇവിടെ അതിന്റെ ക്ലോസിംഗ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അതിനിടയ്ക്ക് ഏതെല്ലാം ഗ്രൂപ്പുകൾ ഭാഗമായോ, വ്യക്തികളല്ല ഗ്രൂപ്പുകൾ ഭാഗമായോ, അവരെ അന്നേരം ഉയർപ്പിച്ച് കൊണ്ടുപോയി. അതുകൊണ്ട് ഉയർപ്പിന്റെ പല ഘട്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവും. ഇത്രയും കാലത്തിനിടയിൽ ഉയർപ്പിന്റെ സമയങ്ങളുണ്ടാവും. പല ഗ്രൂപ്പുകൾ ഉയർക്കും. എങ്കിലും അത് മുഴുവനും നീതിമാന്മാരുടെ പുനരുത്ഥാനമാണ്. അപ്പൊ ഈ കാണുന്നത് 7 അധ്യായത്തിലെ 2 ഭാഗം. ഈ കാലത്ത്, ഈ ആദ്യ ഭാഗത്ത് യേശുക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട 5ാം മുദ്രയിൽ കൊല്ലപ്പെട്ടവരായി കാണുന്ന അവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന് മുൻപാ കാണുന്ന ചിത്രമാണ് അവിടെ കാണുന്നത്. ഇനി ഞാൻ വിശദീകരിക്കാഞ്ഞ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. വായിച്ചോളൂ 11 അധ്യായം. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. പിന്നെ ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾ കൊടുത്തിരിക്കുന്നു. ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾ കൊടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആലയം അളന്നെങ്കിൽ ഇത് ആരുടെ വകയാണ്? നേരം ദൈവത്തിന്റെ വകയാണ്. ആലയം, അതിൽ നമസ്കരിക്കുന്നവർ എല്ലാം അളക്കാൻ പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടി അതിനെ സെറ്റപ്പാട്ടിക്കുന്നു, മാറ്റിവെക്കുന്നു. അതാണ് ചിത്രം. അത്രയും ആളുകളെ, ഈ സംവിധാനത്തെയും ദൈവത്തിന് വേണ്ടി വാർത്തിരിക്കുന്നു. പ്രാകാരം ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ജാതികൾ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഓർമ്മയുണ്ടോ ജാതികളുടെ കാലം എന്നും പറഞ്ഞൊരു കാലം ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിലല്ലേ പറഞ്ഞിരുന്നത്? ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. ഓർമ്മയുണ്ടോ അത് തുടങ്ങിയതെന്നാണെന്ന്? യഹൂദയുടെ പ്രവാസം മുതൽ. അതായത് ഈ BC 606 ഇവിടെ കണ്ടില്ലേ, ഈ കാലം ഇതുവരെ ഇസ്രയേലിന്റെ ഭരണം നിലവിലിരുന്നു. ഇസ്രയേലിന്റെ ഭരണം നിലവിലിരുന്നെങ്കിലും BC 606 യെരൂശലേമിൽ ദൈവത്തിന്റെ ഭരണം നിലവിലിരുന്നു. പക്ഷെ BC 606 അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ഒരു 70 വർഷം അവർക്ക് താഴ്ചയുണ്ടായ കാലം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 70 വർഷം അവരുടെ അധപ്പതനത്തിന്റെയും താഴ്ചയുടെയും കാലം. അത് കഴിഞ്ഞ് അവർ മടങ്ങി വന്നെങ്കിലും ഈ രാജ്യം അവർക്ക് തിരിച്ചു കിട്ടിയില്ല, ഭരണം അവർക്ക് തിരിച്ചു കിട്ടിയില്ല. കുറെ കാലം കഴിഞ്ഞപ്പോ നശിപ്പിക്കപ്പെട്ട ദേവാലയം പുതുക്കി പണിതു. പക്ഷേ രാജ്യം ഒരിക്കലും അവരുടെ ആധിപത്യത്തിന്റെ കീഴിൽ വന്നില്ല. അന്ന് വന്നിട്ട് കണ്ടില്ലേ, അവരിങ്ങനെ അങ്ങ് ചെതറിയാൻ പോവുകയാണ്. ഇത് അവരുടെ ലൈനാണ്, ഇത് യഹൂദന്റെ ലൈനാണ്. ഈ യഹൂദന്റെ ലൈൻ അവര് ദൈവത്തിന്റെ ഭരണമില്ലാതെ ഇങ്ങനെ വന്നിട്ട് അവർ സകല ജാതികളിലേക്കും ചിതറി അങ്ങ് പോയി. അപ്പൊ ജാതികളുടെ കാലം അന്ന് തുടങ്ങി.
ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ദൈവരാജ്യം എന്ന് പറയുന്ന ഒന്നില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായി. ഇന്നും അത് തിരിച്ചു വന്നിട്ടില്ല. ഇനി അത് തിരിച്ചു വരണമെങ്കിൽ യേശു രാജാവായി വരുന്ന സമയത്ത് മാത്രമേ ഇനി അത് മടങ്ങി വരികയുള്ളൂ. അപ്പൊ ഈ മൊത്തം കാലം ചൂണ്ടിക്കാണിക്കുന്നതാണ് ജാതികളുടെ കാലം എന്ന് പറയുന്ന ഈ കാലം. അപ്പൊ ആ ജാതികളുടെ കാലം തുടങ്ങി വരികയാണ്. പക്ഷെ ഇവിടെ പറയുകയാണ്, അവർ 42 മാസം കൂടി വിശുദ്ധ നഗരത്തെ ചവിട്ടിക്കളയും. വിശുദ്ധ നഗരം എന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേം. അതിനെ 42 മാസം ചവിട്ടും. 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷം. അപ്പൊ ഏതാണ്ട് ഇവിടെയാണ് ആ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ 42 മാസം ചവിട്ടും എന്ന് പറയുമ്പോൾ ഈ ജാതികളുടെ കാലം അടുത്ത 42 മാസം കൂടി നിലനിൽക്കും. അത് കഴിഞ്ഞിട്ട് വേണം ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ. നമ്മൾ ഇതെല്ലാം കൂടെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കും. അത് സ്ഥാപിക്കാനാണ് യേശു ഇറങ്ങി വരുന്നത്. അപ്പൊ അതുവരെയുള്ള ഇക്കാലമാണ് ജാതികളുടെ കാലം. അതാണ് ഇവിടെ പറയുന്നത്. 42 മാസം കൂടി അവർ യെരുശലേം ചവിട്ടിക്കളയും. ദെൻ ബാക്കി, അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. ലിഷൻ, ഇത് ആളുകൾക്ക് അറിയാൻ, ഒരു പക്ഷേ പുസ്തകം കുറെ കേട്ടിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ വേഗം പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളാം. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. ഇത് കേട്ടിട്ടുള്ളവർക്ക് ചില ധാരണകളൊക്കെ മനസ്സിൽ കാണും. എന്നാലും സൂക്ഷിച്ച് ഭാഗം പരിശോധിച്ചോണം. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. ഓക്കെ, ദെൻ അവർ രട്ട് ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഇവര് ഈ 2 സാക്ഷികൾ രട്ടുടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു സമ്പ്രദായമാണ്. വലിയ ദുഃഖം വരുമ്പോഴാണ് അവര് ചാക്ക് ശീല ഉടുക്കും. ചിലപ്പോൾ തലയിൽ കുഴി വാരിയിടും, ചാരം വാരിയിടും, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അവർക്ക് ഇതില്ല. ഇവരെ രട്ടുടുത്തുകൊണ്ട്, ചാക്കുടുത്തുകൊണ്ട് ഒരു 1260 ദിവസം അവർ പ്രവചിക്കും. 1260 ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 3.5 വർഷം എന്നതിന്റെ മറ്റൊരു പ്രയോഗം. ഓക്കെ, ദെൻ ബാക്കി. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. അത് നമുക്ക് പിന്നെ പറയാം. എന്നാലും മനസ്സിൽ അത്ര ഇരുന്നോട്ട്. ആരാണിവർ? ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളും 2 നിലവിളക്കും. അതിനർത്ഥമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ നിലവിളക്കും ഒലിവ് വൃക്ഷവും ആകുന്നു. ഓക്കെ, ദെൻ ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. ഇവർക്ക് ആർക്കും ഒരു ദോഷം ഇവരെ ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. അവരുടെ പ്രവചന കാലത്ത് ഭയങ്കര അധികാരം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മഴ നിന്നു പോകും. ഓക്കെ, ദെൻ വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. ഓക്കെ, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ഇവർ സാക്ഷ്യം തികച്ചു കഴിയുമ്പോഴത്തേക്ക് ആഴത്തിൽ കയറി വരുന്ന മൃഗം ഇവരോട് പടവെട്ടി ഇവരെ ജയിച്ച് കൊന്നുകളയും. പക്ഷെ 1260 ദിവസം അവർ പ്രവചിക്കും. അതിന് ശേഷമേ ഉള്ളൂ, അവരുടെ സാക്ഷ്യം തികച്ച ശേഷം, അവരുടെ കാലഘട്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് അവരെ കൊന്നുകളയും. ഓക്കെ, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സൊദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അപ്പൊ അവരുടെ പ്രസംഗം കേട്ടാൽ ആൾക്ക് ദേഷ്യം വരുന്ന പ്രസംഗമാണ്, അല്ലാതെ സന്തോഷം വരുന്ന പ്രസംഗമല്ല. ബേസിക്കലി അവരുടെ ദൂതാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും. സോദോമിന്റെ സ്വഭാവം അറിയില്ലേ? പണ്ടത്തെ ആ വലിയ പാപം നിറഞ്ഞ ദേശം, സ്വവർഗ ഭോഗം, പാപം എല്ലാം കൂടെ നിറഞ്ഞ ദേശം. മിസ്രയീം ഭയങ്കര അടിമത്വത്തിന്റെ നാട്. അപ്പൊ ഇവർ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? യെരുശലേമിന്റെ തെരുവിൽ പോയി പ്രസംഗിക്കുന്നത് ഇത് സോദോമാണ്, നിങ്ങൾ മുഴുവൻ പാപത്തിൽ ജീവിക്കുകയാണ്, ദൈവത്തിന്റെ കോപം നിങ്ങളുടെ മേൽ വരും. ഇതാണ് പ്രസംഗം. അവരോട് വിളിച്ചു പറയാണ്, ഇവിടെ ആത്മീയ അടിമത്വമാണ്, ഇവിടെ സ്വാതന്ത്ര്യമില്ല, നിങ്ങൾ മുഴുവൻ അടിമകളാണ്, ന്യായവിധി വരുന്നു. ഇതാണ് പ്രസംഗം. അത് കേൾക്കുമ്പം ആൾക്ക് ദേഷ്യം വരും. അങ്ങനെ
ദേഷ്യം വന്ന് അവരെ ആരെങ്കിലും തല്ലാൻ ഇങ്ങോട്ട് വന്ന അവിടെ വായിന്ന് തീ പുറപ്പെട്ട് തല്ലാൻ വരുന്നവരെ ഉപയോഗിച്ചോളെ. നാട്ടിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോ ഒരു കൂട്ടം ജനം സംഘം ചേർന്ന് വന്നു പോയെങ്കിൽ അവർ വിളിച്ചു പറയും കുറെ ദിവസത്തേക്ക് മഴയില്ല, കുറെ നാളത്തേക്ക് സീസൺ മഴയില്ല, അപ്പോ മഴ പെയ്യില്ല. അല്ലെങ്കിൽ ഏത് ബാധ കൊണ്ടും അവർക്ക് ദേശത്ത് ദണ്ഡിപ്പിക്കാൻ അവർക്ക് അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തരം ദേഷ്യം വരുത്തുന്ന പ്രസംഗമാണ് ഇവരുടെ പ്രസംഗം. ഓക്കെ, സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും കൊല്ലും. എന്താണ് പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞത്? അതെ അതെ. ജയിച്ച് അവരെ കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവരുടെ ശവം റോഡിൽ കിടക്കും. പിന്നെ സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. എല്ലാവരും കാണും അവരുടെ ശവം. ഇതൊക്കെ ഞങ്ങൾ കുറെ കാലം മുമ്പ്, ഞാനൊക്കെ ഈ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കാൻ തുടങ്ങിയ കാലത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ എന്തായാലും കയറത്തില്ലായിരുന്നു. അവർ ചോദിക്കും അതങ്ങനെ എല്ലാ വംശക്കാരും കാണും. മേ ബി യെരുശലേമിൽ അവരുടെ പ്രതിനിധികളെങ്ങാനും ഉണ്ടായിരുന്നു, അവരാരെങ്കിലും കണ്ടു കാണുമെന്ന് പറയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് തിരിഞ്ഞില്ലേ? ഭൂമിയിൽ എവിടെ സംഭവിച്ചാലും പറയുന്നതിനിടയിൽ TV ക്യാമറ അവിടെ എത്തില്ലേ? അപ്പോഴത്തേക്ക് ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയില്ലേ? മേജർ ഇവന്റ്സ് മുഴുവൻ. പിന്നെ കുറെ ദിവസത്തേക്ക് ഇതല്ലേ TV മുഴുവൻ, ബാക്കിയെല്ലാം നിർത്തി വെച്ച് ഈ മേജർ ഇവന്റ് അല്ലേ പിന്നെ വരുന്നത്. പിന്നെ അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ TV ക്യാമറ വേറെ എങ്ങോട്ടെങ്കിലും മാറുള്ളൂ. ഇത് കൊച്ചു കാര്യമാണോ? 2 മനുഷ്യർ ദേശത്തിനെതിരെ പ്രസംഗിച്ചിട്ട് ഇത്രയും നാശം ചെയ്ത് ജനത്തെ മുഴുവൻ ദണ്ഡിപ്പിച്ച് പീഡിപ്പിച്ച് നിന്ന് അവരെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ന്യൂസായി ലോകം മുഴുവൻ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. താഴോട്ട് പറയുന്നു അവരുടെ ശവം കലറി വെക്കാൻ സമ്മതിക്കുകയില്ല, അടക്കാൻ സമ്മതിക്കുകയില്ല. ഇത് കാരണം യുവന്മാരെ കുഴിച്ചിടരുത്, യുവന്മാർ ഇവിടെ കിടന്നു നാറണം. അത്രയ്ക്ക് ദേഷ്യമാണ് ജനത്തിന് ഇവർക്ക്. തന്നെയല്ല പിന്നത്തെ പറയുന്നറിയോ, അവർ സമ്മാനം കൊടുത്തേക്കും. ഇപ്പോഴത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിന് ആളുകൾ സമ്മാനം കൊടുത്തു വിട്ടില്ലേ? ക്രിസ്മസിന്, ബർത്ത്ഡേക്ക്, പിന്നെ ഓരോ ആളുകളുടെ ഓരോരോ പെരുന്നാളുകളൊക്കെ ഇല്ലേ, അതിലെല്ലാം സമ്മാനം കൊടുത്തു വിടില്ലേ? എന്ന് പറയുന്ന പോലെ രാജ്യത്ത് ഭയങ്കര സന്തോഷ ദിവസമാണ് ഇവരെ 2 പേരെ കൊന്ന ദിവസം. അപ്പോഴത്തെ കുറെ ദിവസത്തേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തു വിടുക, സ്വീറ്റ് കൊടുത്തു വിടുക, സമ്മാനങ്ങൾ കൊടുക്കുക, ഇങ്ങനെ ഭയങ്കര ബഹളമാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ ബാക്കി ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന്. അപ്പൊ അത്രയും ദിവസം റോഡിൽ കിടക്കണത്, തെരുവിൽ കിടക്കുക. ആ 3.5 ദിവസം കഴിഞ്ഞപ്പോ ക്യാമറ എല്ലാം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചെല്ലാം ഇങ്ങനെ ആളുകളെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. സകലം നോക്കിയിരിക്കുമ്പോ ദൈവത്തിൽ നിന്ന് ശ്വാസം ശരീരത്തിലേക്ക് ഇറങ്ങി വരും. അവർ കാൽ ഊന്നി നിന്ന് ഈ മരിച്ചു കിടന്നവർ നേരെ എഴുന്നേറ്റങ്ങ് നിന്നു. എന്നിട്ട് അവരെ കണ്ടവർ പരവശരായി തീർന്നു. എല്ലാം ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷിച്ച് സമ്മാനം കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം. ഇരിക്കുന്ന ഇരിപ്പിൽ നടുങ്ങി സ്തബ്ധരായിട്ട് ഒറ്റ ഇരിപ്പങ്ങിരിക്കും. മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഇവിടെ കയറി വരുവീൻ എന്ന് അതിനിടയ്ക്ക് ഒരു ശബ്ദം ഉയർത്തി എന്ന് വിളിച്ചു പറയുന്നത്, ഇവിടെ കയറി വരുവീൻ പറയുകയും ഇവര് കയറിയെന്ന് പോയി. മുഴുവൻ ലോകം കണ്ടോണ്ടിരിക്കുമ്പോ കണ്ടല്ലേ? ഇതൊക്കെ പണ്ട് വേദപുസ്തകം ദൈവം ഇത് പണ്ട് എഴുതി വെച്ചപ്പോ TV സമ്പ്രദായങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്നത്തെ കാലം വന്നപ്പോ നമുക്കെന്നെ നാണം തോന്നിയോ? പുസ്തകം ഇന്ന് വിശദീകരിക്കുമ്പം പരമസൗകര്യമായില്ലേ? അതുപോലെയാണ് പ്രവചനങ്ങൾ ഓരോന്നും. എത്ര പ്രവചനം ഉണ്ടെങ്കിലും എല്ലാം ഇതുവരെ നിവർത്തിക്കപ്പെടുകയാണ്. ഇന്ന് എല്ലാത്തിൻ്റെയും വേദി ഒരുങ്ങി റെഡി ആയിരിക്കണം. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു. വരാനുള്ള രാജ്യത്തിന്റെ സംവിധാനങ്ങൾ തന്നെ എല്ലാം ഇന്ന് തന്നെ ഓൾറെഡി റെഡിയാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ കാണുന്നത് 4-ാം വാക്യം മുതൽ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കയറി വരാൻ റെഡിയാണ്. പക്ഷേ ദൈവത്തിന്റെ സഭ ഇവിടുന്ന് പോകാതെ അയക്ക് ഇങ്ങോട്ടും കയറി വരാൻ പറ്റില്ല. ദൈവത്തിന്റെ സഭ പോകുന്നതിന് ഈ സഭയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ കഴിവാണ്. അപ്പൊ ആത്മാവ് തടയുന്നത് കൊണ്ട് ഇതിന് കയറി വരാൻ പറ്റില്ല. ഓക്കെ, ബാക്കി ഇവിടെ കയറി വരും എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കരയേറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഇവരങ്ങോട്ട് കയറിപ്പോകുകയും
ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. എന്നിട്ട് നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഓക്കെ, കെട്ടിടങ്ങൾ ഭൂമിയിലേക്ക് 10 എല്ലാം കൂടി ഇടിച്ചു തകർന്നു പോയി. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. അതിനകത്ത് 7000 പേര് മരിച്ചു. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതുവരെ അവര് മഹത്വം കൊടുക്കാതിരുന്നതാണ്. എങ്ങനെ പല്ലും കടിച്ച് ദൈവം ഇയാൾ കൊണ്ടല്ലോ എല്ലാത്തിനും കൂടെ കൊല്ലുന്നു പറഞ്ഞ് ദൈവത്തിന് നേരെ പല്ലും കടിച്ചു നിന്നാണ്. ഇത് വന്നപ്പോഴത്തേക്ക് പേടിച്ചു പോയി. കാരണം കണ്ണും കൊണ്ട് നോക്കിയിരിക്കല്ലേ ഈ സംഭവങ്ങളെല്ലാം. ആ ശബ്ദവും കേട്ടില്ലേ, ഇവിടെ കയറി വരുവി പറന്നൊരു പോക്കും കൂടെ കണ്ടപ്പോ വിരുണ്ടുപോയി. ദൈവത്തിന് മഹത്വം കൊടുത്തു. ആളുകളുടെ ചോദ്യം ഈ 2 സാക്ഷികളാണ്, ആരാണ് എന്നാണ് ആളുകളുടെ ഒരു ചോദ്യം. അപ്പൊ അതിന് പിന്നെ ഒത്തിരി ഊഹങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ആളുകൾ കൊടുക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടായിരിക്കും, കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ 2 സാക്ഷികൾ ആരാണെന്ന്? ലെറ്റ്സ് എക്സാമിൻ, നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞത് മോശയും ഏലിയാണ്. നോക്കാം എന്താ അവരങ്ങനെ പറയാൻ കാരണം. 1 മത്തായി സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു രൂപാന്തരപ്പെട്ടൊരു സമയം, ക്രൂശീകരണത്തിന് തൊട്ട് തലയാഴ്ച, ക്രൂശീകരണ വൃത്താന്തം ചർച്ച ചെയ്യാൻ വേണ്ടി 2 പേര് ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. മോശയും ഏലിയാവും ഇറങ്ങി വന്നു. അപ്പൊ അങ്ങനെ യേശുവിന്റെ ഈ വൃത്താന്തം പറയാൻ വേണ്ടി അവരിറങ്ങി വന്നവരാണ്. തന്നെയല്ല, ആളുകളുടെ ചിന്തയിൽ അവർ 2 കൂട്ടരെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് മോശ, ഒന്ന് ഏലിയാവ്. മോശയുടെ അന്ത്യം എങ്ങനെയായിരുന്നു? മോശ മരിച്ചു. എന്നിട്ട് ഓക്കെ, ദൈവം തന്നെ അടക്കം നടത്തി. എന്തായാലും മോശ മരിച്ചല്ലോ അല്ലെ, അങ്ങനല്ലേ തെളിച്ചു പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റേയാള് ഏലിയാവ് മരിച്ചോ? പിന്നെ ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് മരിച്ചവരെയും ജീവിച്ചവരുടെയും പ്രതിനിധികൾ. മോശ മരിച്ചവരുടെ പ്രതിനിധി, ഏലിയാവ് മരിക്കാത്തവരുടെ പ്രതിനിധി. അങ്ങനെ 2 പേര് വന്നു എന്നാണ് അവരുടെ അടുത്ത ന്യായം. Then ഇവിടെ ചെയ്യുന്ന അത്ഭുതങ്ങൾ നോക്കൂ. എന്താണ് ഇവർ ചെയ്യുന്നു എന്ന് പറയുന്ന അത്ഭുതങ്ങൾ? ഇവിടെ 5-ാം വാക്യം, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു. അങ്ങനെ വല്ലതും കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീ പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും എന്ന കാര്യം വല്ലതും കേട്ടിട്ടുണ്ടോ? ഏലിയാവിന്റെ ചെന്ന് പറഞ്ഞു, പ്രവാചക ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ പ്രവാചകനാണെങ്കിൽ ആകാശത്തെ തീ ഇറങ്ങി നിന്നെയും നിന്റെ ബറ്റാലിനെയും നശിപ്പിക്കട്ടെ. പറയുകയും തീ ഇറങ്ങി വൃത്തങ്ങളെല്ലാം കൂടെ ചുട്ടു. 2ാമത്തെ സെറ്റ് ചെയ്യുന്നു. അവരും പറഞ്ഞു, പ്രവാചക ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വാക്ക്, ഞാൻ പ്രവാചകനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെ നശിപ്പിക്കട്ടെ. പറയുകയും തീ ഇറങ്ങി നശിപ്പിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായി. പക്ഷേ ഒരു കാര്യം, വൈന്നല്ല, അവരുടെ വൈന്നല്ല പുറപ്പെട്ടത്. അപ്പൊ ഡിഫറൻസ് കണ്ടോണം. എനിവേ, തീ ഇറങ്ങി ദഹിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ചെയ്യുന്ന ന്യായവിധികൾ എന്തൊക്കെയാണ്? 6-ാം വാക്യം, മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ ചെയ്ത ആളാരാണ്? ഏലിയാവ്. ഏലിയാവ് എന്ന ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. അപ്പൊ മഴയെ നിർത്തിയ ആളാണ് അദ്ദേഹം. പിന്നെ വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പാനും അവർക്ക് അധികാരം ഉണ്ട്. അങ്ങനെ വല്ലവരും ചെയ്തിട്ടുണ്ടോ? മോശ. മോശ വെള്ളത്തെ രക്തമാക്കി 10 ബാധകളാണ് മിസ്രയീമിൽ അയച്ചത്. ഇനി മോശ അയച്ചു എന്ന് വാസ്തവത്തിൽ പറയാനൊക്കില്ല. അയച്ചത് ദൈവമാണ്. ദൈവം പറഞ്ഞു വിട്ടത് പോയി പറയാൻ മോശ അത് പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ആയിരുന്നില്ല ഒന്നും. പിന്നെ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയുള്ള സാധനങ്ങളൊന്നും അല്ലാതെ തന്നെയല്ല. മോശയ്ക്ക് ദേഷ്യം വരുമ്പോഴില്ല എന്നാ മുടിയട്ടെ എന്ന് പറയുന്ന ആളുമായിരുന്നില്ല അദ്ദേഹം. എനിവേ, എന്നാലും തന്റെ ശുശ്രൂഷ കാലത്തിനുള്ള പീഡകൾ സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട് ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാലേ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50-ാം വാക്യം, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയും ഇല്ല. ഓക്കെ, ഏലിയാവ് സ്വർഗത്തിൽ പോയി, ശരിയാണ്. മരണം കൂടാതെ സ്വർഗത്തിൽ പോയി.
അപ്പൊ അങ്ങനെ വരുമ്പോ സ്വർഗത്തിൽ ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റുമോ? ശരീരം രൂപാന്തരപ്പെട്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഏലിയാവിന്റെ ശരീരം രൂപാന്തരപ്പെട്ടോ? മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. റൂൾ. അത് ദൈവത്തിന്റെ നിയമം. ഒരു കാരണവശാലും ഇത് മേപ്പോട്ട് പോകത്തുമില്ല. അപ്പൊ ഏലിയാവ് തന്നെയല്ല. ഏലിയാവ് എങ്ങനെ പോയത്? ഏത് വണ്ടിയല്ല പോയേ? തീക്കകത്ത് കയറിയാ പോയത്. അപ്പൊ ഇത് തീക്കകത്ത് കയറി പോവോ? ഇത് തീക്കകത്ത് കയറിയ ചാരമായി പോവില്ലേ? അപ്പൊ രൂപാന്തരപ്പെട്ടിട്ടല്ലേ ഏലിയാവ് മേപ്പോട്ട് പോയത്? ഓക്കെ. രൂപാന്തരപ്പെട്ട ശരീരത്തിന് ഇനി മരിക്കാൻ പറ്റുമോ? രൂപാന്തരപ്പെട്ട ശരീരത്തിന് മരിക്കാൻ പറ്റുമെങ്കിൽ നമ്മളും രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ പിന്നെയും മരിക്കുമെങ്കിലോ? അപ്പൊ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടില്ലേ അവിടുത്തെ പ്രശ്നം? കണ്ടോ? കേൾക്കാൻ എളുപ്പത്തിന് വ്യാഖ്യാനിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോലും മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ഏലിയാവ് ശരീരത്തോടുകൂടെ സ്വർഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ രൂപാന്തരപ്പെടാതെ സ്വർഗത്തിൽ പോകാൻ അവനെ കൊണ്ട് പറ്റില്ല. അപ്പൊ ആ രൂപാന്തരപ്പെട്ട ശരീരത്തിന് മരിക്കാൻ സാധ്യമല്ല. ഇനി മറ്റേ ആള് മോശ, അദ്ദേഹം മരിച്ച ആളാണ് അല്ലേ? മോശ മരിച്ചു, പിന്നെ മരിച്ചിട്ട് ദൈവം അടക്കി. അപ്പൊ അയാളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം കൊണ്ടുപോയെങ്കിലല്ലേ ഒക്കെ ഉള്ളൂ അല്ലേ? അപ്പോ എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. എത്ര പ്രാവശ്യം മരണം? ഒരിക്കൽ. കണ്ടില്ലേ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അപ്പൊ നിങ്ങൾ ലാസറിന്റെ ഒന്നും കഥ എടുക്കല്ലേ. ലാസറിനൊക്കെ ജീവൻ തിരിച്ചു കൊടുത്തതേ ഉള്ളൂ. ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായില്ല. അല്പകാലത്തെയും കൂടെ കാലം ദീർഘിപ്പിച്ചു കൊടുത്തു എന്നല്ലാതെ പുനരുത്ഥാന ശരീരത്തോടെ അല്ല ലാസറുമാരും പുറത്തു വന്നത്. എന്നാ മോശ അങ്ങനല്ല. മോശ ഇവിടെ പോണമെങ്കിൽ, ഇവിടെ വരണമെങ്കിൽ, ശരീരത്തോടെ വരണമെങ്കിൽ അവനിൽ ഒരു പുനരുത്ഥാനം നടന്നിരിക്കണം. അപ്പൊ ആ ശരീരത്തെ പിന്നെ മരിക്കാൻ പറ്റും? പിന്നെ കൊല്ലാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ആ തത്വം ലംഘിക്കപ്പെടും. അപ്പൊ രണ്ട് തത്വം ലംഘിക്കപ്പെടും ഇതാണെങ്കിൽ. ഒന്ന്, മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കില്ല. രണ്ട്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. അപ്പൊ ഈ രണ്ട് അത് പെർമനന്റ് റൂളാണ്. അത് തെറ്റിക്കാൻ പറ്റുന്ന നിയമങ്ങളല്ല. അപ്പൊ അത് ലംഘിക്കപ്പെടും ഇവർ രണ്ടുപേരായാൽ. അപ്പൊ ഇനി അടുത്ത സാധ്യത നോക്കണം. അതെന്താണ്? ഏലിയാവും ഹാനോക്കും. എന്താണ് അവരുടെ വാദം? ഇവർ രണ്ടുപേരും മരണം കൂടാതെ സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് എന്തായാലും ഒരിക്കൽ മരണം എന്ന നിയമം, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി. അപ്പൊ എല്ലാവരും ഒരു ദിവസം മരിക്കണം എന്നാണ് അവർ വാദം എടുക്കുന്നതെങ്കിൽ ഓക്കെ, അതിരിക്കട്ടെ. തന്നെയല്ല, ഏലിയാവ് മശിഹ വരുന്നതിന് മുമ്പ് വരും എന്നൊരു വാഗ്ദത്തമുണ്ട്. മലാക്കി പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യം 6-ാം വാക്യം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ്. ഓക്കെ, ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന്. കേട്ടണം, അവരെന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ വന്ന ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പൊ അവർ പറയുന്ന ഈ കാരണങ്ങളാണ്. എല്ലാവരും ഒരിക്കൽ മരിക്കണം. 2, ഏലിയാവ് വരുമെന്ന് വാഗ്ദത്തമുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും മരിച്ചവരല്ലോ. ഏലിയാവും ഹാനോക്കും മരണം കാണാതെ പോയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും മുമ്പ് പറഞ്ഞ പ്രശ്നം എന്താണ്? മുമ്പ് പറഞ്ഞ പോലെ ഏലിയാവും ഹാനോക്കും ശരീരത്തിന് രൂപാന്തരപ്പെടാതെ ദൈവത്തിന്റെ കൂടെ പോകാൻ പറ്റത്തില്ല. രൂപാന്തരപ്പെട്ടിട്ടാ പോയത്. രൂപാന്തരപ്പെട്ടിട്ട് പോയപ്പോ അങ്ങനെ ഒരിക്കൽ മരിച്ചേ തീരുവെന്ന് നിയമം ഉണ്ടെങ്കിൽ 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്ന വാക്യത്തിൽ സംഭവിക്കുന്ന കാര്യമുണ്ടല്ലോ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും
ചെയ്യും. അപ്പോഴും നമ്മളും തിരിച്ചു വന്ന് മരിക്കണമല്ലോ. അങ്ങനെ നിർബന്ധമാണെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന് മരിക്കുമോ? ഇല്ലല്ലോ. രൂപാന്തരപ്പെട്ട ശരീരത്തിന് മരിക്കാൻ കഴിയുകയില്ല. അപ്പൊ ആ നിയമവുമായിട്ടും ഇത് പൊരുത്തപ്പെടുന്നില്ല. തന്നെയല്ല, മരണം ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിലുള്ളതല്ല. മനുഷ്യനെ മരിക്കാനല്ല ദൈവം ഉണ്ടാക്കിയത്. മരണം പിന്നെ എങ്ങനെ വന്നു? റോമാലേഖനം 5:12. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. അപ്പൊ പാപത്തിന്റെ പരിണത ഫലമാണ് മരണം. അതിനെ തോൽപ്പിക്കാനാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. എബ്രായർ 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. വെളിപ്പാട് പുസ്തകം 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. അപ്പൊ ഈ വാക്കുകളുടെ വെളിച്ചത്തിൽ മരണം ഒരു ആബ്സല്യൂട്ട് നെസസിറ്റി അല്ല, പാപം നിമിത്തം വന്നുകൂടിയതാണ് മരണം. അല്ല, മരണം എന്ന ദൈവത്തിന്റെ നിയമം അല്ല. അതുകൊണ്ട് ഈ വചനപ്രകാരം എല്ലാവരും അങ്ങനെ മരിക്കണമെന്നതല്ല ദൈവത്തിന്റെ നിയമം. എന്നാൽ പാപം നിമിത്തം മരണം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് തന്നെയല്ല. മത്തായി സുവിശേഷം 17 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാവ് വരും എന്ന കാര്യമല്ലേ പറഞ്ഞത്? യേശുവിന്റെ വരവിന് മുമ്പ്, മശിയ വരുന്നതിന് മുമ്പ് ഏലിയാവ് വരും എന്ന് വാണല്ലോ മലാക്കി പ്രവചനത്തിൽ വാഗ്ദത്തം. ഈ വാക്യം എന്താ പറയുന്നത്? മത്തായി 17:10 മുതൽ 13. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുൻപേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തെന്ന് ചോദിച്ചു. അതിനവൻ, ഏലിയാവ് വന്ന സകലവും യഥാസ്ഥാനത്താക്കും സത്യം, എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയും. യേശു പറയാണ്, ഏലിയാവ് വന്നു കഴിഞ്ഞു. അങ്ങനത്തെ ആ ദിവസം വരുന്നതിന് മുമ്പല്ല. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരുന്നതിന് മുമ്പ് പറഞ്ഞെങ്കിലും യേശു ജീവിച്ചിരുന്ന കാലത്ത് പറയാണ് ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് സത്യം. ബാക്കി എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് യേശു പറഞ്ഞു. പക്ഷെ ആരെ കുറിച്ചാണ് പറഞ്ഞത്? യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഏലിയാവ് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഏലിയാവ് വരണ്ടേ എന്ന ചോദ്യത്തിന് മറുപടി, ഏലിയാവ് വന്നു കഴിഞ്ഞു, ഇനി ഏലിയാവിനെ കാത്തിരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. വേറെ ഏലിയാവിനെ കാത്തിരിക്കേണ്ട കാര്യമില്ല, വന്നു കഴിഞ്ഞു. യേശുവാണ് പറയുന്നത്, വേറെ ആരുമല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ 2 പ്രവാചകന്മാരുടെ ജോലിയും ഏലിയാവിനെ കുറിച്ച് പറഞ്ഞ ശുശ്രൂഷയും തമ്മിൽ എന്താ പൊരുത്തം നോക്കൂ. ഈ 2 പ്രവാചകന്മാരുടെ ജോലി എന്താണ്? ഈ 2 സാക്ഷികളുടെ ജോലി. 2 സാക്ഷികളുടെ പ്രസംഗം ഞാൻ പറഞ്ഞില്ലേ? എന്താ പ്രസംഗം? മിസ്രയീമേ, സൊദോമേ, ന്യായവിധി വരുന്നു. അതല്ലേ പ്രസംഗം? ദേഷ്യം വരുന്ന പ്രസംഗമല്ലേ? ആരെങ്കിലും നിരപ്പിക്കുന്ന ശുശ്രൂഷയുണ്ടോ? മാനസാന്തരത്തിന്റെ കാര്യമാണോ പറയുന്നത്? അല്ലല്ലോ. ഏലിയാവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? പ്രവചനത്തിലെ ശുശ്രൂഷ. മലാഖി പ്രവചനത്തിൽ ഏലിയാവ് ചെയ്യും എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ടേ, വായിച്ചില്ലേ അത്? എന്താണ് പറഞ്ഞത്? അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഏലിയാവിന്റെ ശുശ്രൂഷ ഇവിടെ പറഞ്ഞ അനുസരിച്ച് നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ്, അല്ലാതെ ദേഷ്യം വരുത്തുന്ന ശുശ്രൂഷയല്ല. തമ്മിൽ ഇടറിയിരിക്കുന്നവർ തമ്മിൽ നിരപ്പിക്കാൻ വേണ്ടിയാണ് ഏലിയാവിനെ അയക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞ ഏലിയാവ് യോഹന്നാൻ സ്നാപകനാണ്. അതായത് യോഹന്നാനെ കുറിച്ച് പറയുന്ന വാക്യങ്ങൾ നോക്കൂ. എന്താണ് ഏലിയാവിനെ കുറിച്ച് യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം ഇവനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ഭാഗം 1-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട്
ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ആ പറഞ്ഞ പ്രവചന ഇവിടെയല്ലേ നടക്കുന്നത്? ഏലിയാവ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് ഈ പറയുന്ന ആൾ യോഹന്നാൻ സ്നാപകൻ ആ ശുശ്രൂഷ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞ ആ പ്രവചനം ഏലിയാവിനെ പോലെ ശക്തനായ ഒരു പ്രവാചകൻ. ഏലിയാവ് അൺയൂഷ്വൽ പ്രവാചകനായിരുന്നു, കൂട്ടാരും ഇല്ലായിരുന്നു. മരുഭൂമിയിൽ നടന്ന് വിളിച്ചു പറഞ്ഞൊരു ഭയങ്കര ശബ്ദം രാജാവിനോടും വന്ന് പറയും, എങ്കിലും പോയി വിളിച്ചിരിക്കേണ്ടി വന്നു. ഇവിടെ ഒരുവനെ അതുപോലെ രംഗത്ത് കൊണ്ടുവരുന്നു, വേറെ ആരും കൂട്ടില്ല. അവൻ നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ചു പറഞ്ഞു. പക്ഷെ ജോലി മക്കളുടെ ഹൃദയം അപ്പന്മാരോടും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിക്കുന്ന ജോലിയായിരുന്നു ഏലിയാവിന് ഉണ്ടായിരുന്നത്. അപ്പൊ യേശുവാണ് പറയുന്നത് ഏലിയാവ് വന്നു കഴിഞ്ഞു, ഇനി ഏലിയാവ് വരേണ്ട കാര്യം ഇല്ല. കണ്ടില്ലേ? ഇവർ രണ്ടാന്ന് പറഞ്ഞാലും വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ ലംഘിക്കപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ രണ്ട് സാക്ഷികൾ 11ാം അധ്യായത്തിൽ പറഞ്ഞ രണ്ട് സാക്ഷികൾ സ്വർഗത്തിൽ നിന്ന് വരും എന്നെവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒരു വൃക്ഷവും രണ്ട് നിലവിളക്കുമാണ് എന്നൊരു വാക്യമുണ്ടല്ലേ? റൈറ്റ്. എന്താണ് അതിന്റെ അർത്ഥം? സക്രിയ പ്രവചനം 4ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ 2ാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറവായ എണ്ണ ഒഴുക്കുന്ന 2 ഒലിവ് കൊമ്പ് എന്തെന്ന് ചോദിച്ചു. അവൻ എന്നോട് ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഒരു ദർശനം കാണുകയാണ്. അവിടെ ഒരു വലിയ സമ്പ്രദായമാണ്. ഒരു നിലവിളക്ക്, അതെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. എന്നാ ഒരു നിലവിളക്ക്, അതിന് 7 ദീപങ്ങളുണ്ട്. ആ ദീപങ്ങൾക്ക് ഇങ്ങോട്ട് പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിന്റെ മണ്ടയ്ക്ക് 7 കുടം വെച്ചിട്ടുണ്ട്. ആ കുടത്തിൽ നിന്നാണ് എണ്ണ ഒഴുകി ഇങ്ങോട്ട് വരുന്നത്. ആ കുടത്തിന്റെ 2 സൈഡിലും 2 കുടം, 7 കുടം അല്ല, 2 കുടം 2 സൈഡിൽ. അത് അപ്പുറത്തും ഇപ്പുറത്തും 2 ഒലിവ് കൊമ്പുണ്ട്. ആ ഒലിവ് കൊമ്പിൽ നിന്ന് എണ്ണ ഒഴുകിയാണ് ഈ കുടത്തി വരുന്നത്. കുടത്തി വന്നിട്ടാണ് ഈ ദീപങ്ങളിലേക്കെല്ലാം പോകുന്നത്. ഒരു പൈപ്പ് സിസ്റ്റം പോലെ, അല്ലാതെ പ്രോസസ് ചെയ്യുകയൊന്നും വേണ്ട. ഒലിവെടുത്ത് ഇടിച്ച് ശരിയാക്കിയൊന്നും വേണ്ട. ഒലിവിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒഴുകി ഈ കുടത്തി വരും. കുടത്തിൽ നിന്ന് വിളക്കിലോട്ട് വരും. ഇങ്ങനെ അങ്ങോട്ട് കാണുകയാണ്. ഞാൻ അതെല്ലാം പറയാനല്ല പറഞ്ഞത്. 2 ഒലിവ് കൊമ്പ് അവിടെ കാണുന്നു 2 സൈഡിൽ. അപ്പൊ ചോദിക്കുകയാണ് ഈ ഒലിവ് കൊമ്പ് എന്താണ്? അത് മനസ്സിലാവുന്നില്ല. മനസ്സിലാകാതെ വന്നപ്പോ ചോദിക്കുകയാണ് ഈ 2 ഒലിവ് കൊമ്പ് എന്താണ്? എന്താണ് ഈ 2 ഒലിവ് കൊമ്പ്? ഇല്ല യജമാനനെ, നീ അറിയുന്നില്ലേ ചോദിച്ചു. അതിനവൻ ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാരെന്ന് പറഞ്ഞു. ഇവർ സർവ്വഭൂമിയുടെയും, കേട്ടു, അതേ പ്രയോഗമാണ് മറ്റിടത്തും. സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാരാണ്. അന്നത്തെ കാലത്ത് അത് ആരെ ചൂണ്ടിക്കാണിച്ചു എന്നറിയാമോ? ദേവാലയ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവാലയ പണിക്ക് 3 പേരാണ് അവിടെ മുമ്പിൽ നിന്നത്. ഒന്ന്, അവരുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർ സെരുബ്ബാബേൽ. രണ്ടാമത് അവിടെ ഒരു മഹാപുരോഹിതനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് യോശുവ. മൂന്നാമത് ഈ ശുശ്രൂഷയ്ക്ക് പ്രവാചക ശുശ്രൂഷ നടത്തി സഹായിച്ച ഒരാളുണ്ടായിരുന്നു, അത് ഹഗ്ഗായി. ഇവര് 3 പേരാണ്. അതിൽ ഈ 2 പേരാണ് പണിയുടെ പ്രധാനപ്പെട്ട ആളുകൾ. ആരെല്ലാം? സെരുബ്ബാബേലും യോശുവയും. ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, നീ കാണുന്ന ആ 2 ഒലിവ് കൊമ്പുണ്ടല്ലോ, ഈ കുടത്തിനടത്തും വലത്തും നിങ്ങൾ കാണുന്ന ആ ഒലിവ് കൊമ്പ്, ആ ഒലിവ് കൊമ്പ് ഇവർ 2 പേരാണ്. സർവ്വഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ. ആരൊക്കെ? സെരുബ്ബാബേലും യോശുവയും. അവരുടെ ഗവർണറും അതേസമയം അവരുടെ മഹാപുരോഹിതനും. ഇവരെവിടെ നിൽക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്? സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ. അപ്പൊ അവർ സ്വർഗത്തിലാണോ അന്നേരം നിന്നത്? അല്ലല്ലോ, ഭൂമിയിലല്ലേ. എങ്കിലും ഭൂമിയിൽ നിൽക്കുന്നെങ്കിലോ ദൈവസന്നിധി അല്ലേ? അതേ പ്രയോഗമല്ലേ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്? അല്ലേ? 11ാം അധ്യായത്തിലെ വെളിപ്പാട് 11ാം അധ്യായത്തിൽ അതേ പ്രയോഗമല്ലേ പറഞ്ഞിരിക്കുന്നത്? അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ദൈവം 2 അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കും ശക്തിയോട്. അവരുടെ ഇടയിൽ നിന്ന് 2 അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കും. അവർ ശക്തിയോടെ പ്രസംഗിക്കും.
പാപത്തെക്കുറിച്ച് അവർ കഠിനമായി വിളിച്ചു പറയും, ന്യായവിധികൾ നടത്തുമ്പോ അവർക്കെതിരെ ജനം തിരിയും. എവിടെങ്ങും അവർ സ്വർഗത്തിൽ നിന്ന് വരും എന്നൊരു സൂചന പോലും ഇല്ല. തന്നെയല്ല, ഇത് യാതൊരു വേദപുസ്തക തത്വങ്ങളെയും ലംഘിക്കുന്നില്ല. മറ്റത് രണ്ടു പറഞ്ഞാലും വേദപുസ്തക തത്വങ്ങൾ സ്ഥിര തത്വങ്ങൾക്ക് ലംഘനമാവും. തന്നെയല്ല, ഒന്നുകൂടെ പറയാണ്, പുസ്തകത്തിൽ ഒരിടത്തും അവർ സ്വർഗത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ചാടിക്കയറി നമ്മൾ ഓരോ തീരുമാനങ്ങളൊക്കെ പറയുന്നതാണ്. ആകെ ഇത്രയേ അർത്ഥമുള്ളൂ. ആ കാലത്ത് ദൈവം 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരുടെ പാപത്തെ ബോധ്യപ്പെടുത്താൻ ഇവരെ നിർത്തും. ഇവരെ ഒരു വകയും ചെയ്യാൻ ദേശത്തിന് കഴിയില്ല. അവരുടെ ശുശ്രൂഷ ശക്തിയോടെ നിവർത്തിക്കും. അവരെ വെടിവെക്കാൻ ആർക്കും പറ്റില്ല, അവരെ കൊല്ലാൻ ആർക്കും പറ്റില്ല, ഒരു നാശവും ചെയ്യാൻ പറ്റാതെ വണ്ണം അവർക്ക് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ വലിയ ശല്യം ചെയ്യാൻ വരുന്നവരെ ന്യായം വിധിച്ച് ഒതുക്കിക്കൊണ്ട് 1260 ദിവസം അവർ പ്രവചിച്ച് അവർക്ക് ചെയ്യുവാനുള്ള ശുശ്രൂഷ അവർ പൂർത്തീകരിക്കും. അപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ വിളിക്കും, അവർ സ്വർഗത്തിലേക്ക് പോകും. അതിനിടയ്ക്കുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദേശം അവരെ കൊന്നു കഴിയുന്നെങ്കിലും ചെയ്തെങ്കിലും അവസാനം അവരെ കൊല്ലും. മൃഗം അവരെ കൊന്നിട്ട് അവർ രണ്ടുപേരും 3.5 ദിവസം യെരുശലേമിന്റെ തെരുവീതിയിൽ കിടക്കും. എല്ലാവരും കാണും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അപ്പൊ അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർ രണ്ടുപേരും അപ്പം തന്നെ നേരിട്ട് കയറി പോവാണ്. അല്ലാതെ യാതൊരു വെയിറ്റിംഗും ഇല്ല. അവരും പുനരുദ്ധാനം ചെയ്തങ്ങ് പോവുകയാണ്. അതാണ് 11ാം അധ്യായത്തിൽ ഞാൻ വിട്ടുകളഞ്ഞ കാര്യം. ഇനി പുസ്തകത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരികയാണ്. വെളിപ്പാട് പുസ്തകം 22ാം അധ്യായം. ഏറെക്കുറെ മിക്ക ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോയി താമസിക്കുന്ന കാര്യം പറഞ്ഞു. 21ാം അധ്യായം, അവിടെ ദൈവത്തിന്റെ ജനം പോയി താമസിക്കുന്ന നിത്യവീട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിന് വിപരീതമായുള്ള സ്ഥലം ദൈവം തന്റെ ജനത്തിന് താമസിക്കാൻ ഒരുക്കുന്ന സ്ഥലം. അതിന്റെ പേര് പുതിയ യെരുശലേം. എവിടുന്ന് വരുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഭയങ്കര തേജസ്സോടെ ഇറങ്ങി വരുന്നു. അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഭയങ്കര ഒരു പട്ടണം എന്ന് പറഞ്ഞാൽ 1500 മൈൽ നീളവും 1500 മൈൽ വീതിയും 1500 മൈൽ ഉയരവുമുള്ള ഒരു പട്ടണം. അങ്ങനെ ഭയങ്കര പട്ടണം പണിഞ്ഞ് അത് ഉയരവും അതേ തന്നെയാണ്. നമ്മൾ ഇന്ന് പകൽ പറഞ്ഞത് ഭൂമിയുടെ ഏതാണ്ട് 800 മടങ്ങ് വലിപ്പം ഉണ്ടാകും ഇതിന്റെ ഫ്ലോർസ് എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ. അത്ര ഭയങ്കര ഒരു കെട്ടിടം പണിഞ്ഞുകൊണ്ട് വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഈവൻ അതിന്റെ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 22,50,000 സ്ക്വയർ മൈലാണ് ഒരൊറ്റ ഫ്ലോർ. അത്രേ ഒരു 70,000 ഫ്ലോർസ് എങ്കിലും കാണും. എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഒരു എത്രയാണ്? ഭൂമിയുടെ 800 മടങ്ങ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ഇതുവരെയുള്ള തലമുറകളെല്ലാം കൂടെ കണക്ക് കൂട്ടിയാലും അവരെ എല്ലാം കൂടെ കൊണ്ട് താമസിപ്പിക്കാനുള്ള സ്ഥലം ഇതിനകത്ത് ഉണ്ട്. അത്രയ്ക്ക് ഭയങ്കര സ്ഥലം. അതുകൊണ്ട് സ്വർഗം ചെറുതാണെന്നും പറഞ്ഞു വഴി ഇച്ചിരി ചെറുതാണ്. സ്വർഗം ചെറുതാണെന്നും പറഞ്ഞ് ആരും പോയിരിക്കണ്ട. മൂട്ട സ്വർഗമാണ്. ഇപ്പൊ വഴിയാണ് ലേശമല്ല, നല്ല പോലെ എടുക്കുകയാണ്. വഴി ഞെരുക്കവും ആണ്. അതിനകത്തൂടെ പോകാൻ തീരുമാനിച്ചവർക്ക് മാത്രമേ അതിനകത്ത് പോകാൻ പറ്റുള്ളൂ. നല്ല ഡിസിപ്ലിനിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സാന്തരപ്പെടാതെ വഴിയില്ല, സ്നാനപ്പെടാതെ വഴിയില്ല. ആത്മാവിനെ പ്രാപിച്ചെങ്കിലേ ഇതിനകത്തൂടെ പോകാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. നല്ലപോലെ വിശുദ്ധ ജീവിതം നയിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. വേർപെട്ട് വന്നെങ്കിലേ മാർഗമുള്ളൂ. അല്ലാതെ ഇതിനകത്തൂടെ പോവാൻ പറ്റില്ല. പിന്നെ നല്ല ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടിയെല്ലാം റെഡിയാക്കിക്കോണം. ഉടുപ്പൊക്കെ റെഡിയാക്കി അത് ഇവിടുന്ന് റെഡിയാക്കണം. കൊണ്ടുപോകാനുള്ള ഉടുപ്പെല്ലാം അതെല്ലാം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ എല്ലാം റെഡിയായി എണ്ണയൊഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരെയാണ് അവിടെ കൊണ്ടുപോകുന്നത്. അല്ലാതെ അലസരം ഒരെണ്ണ അവിടെ പോകില്ല. ഓക്കെ, എല്ലാം കൊണ്ട് പറഞ്ഞു നിർത്തിയിട്ട് ഇനിയും അവസാനത്തെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരും. ഈ പുസ്തകത്തിന്റെ കൺക്ലൂഷനും ഭയങ്കര കൺക്ലൂഷനാണ്. അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരും. 6-ാം വാക്യം 7-ാം വാക്യം 22-ന്റെ 6. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത്
തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. 1 അധ്യായം 3 വാക്യം എന്താ വായിച്ചത്? ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ, ഈ പുസ്തകത്തിന്റെ പ്രവചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? ക്ലോസ് ചെയ്തപ്പോ ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. കേട്ടില്ലേ എല്ലാം? അല്ലേ? കേൾക്കാൻ ഭാഗ്യം കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. എന്താ ഭാഗ്യം എന്നറിയാം? ആ വരാനുള്ള തീപ്പൈക ഒഴിഞ്ഞു പോകാൻ 1 തരം ഓപ്പർച്യൂണിറ്റി കിട്ടി. സ്തോത്രം. സ്വർഗത്തിൽ വല്ലതൊക്കെ സമ്മാനം വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളും വിശദമായിട്ട് കിട്ടി. കേട്ടു, ഭയങ്കര കാര്യമാണ്. പക്ഷെ കേട്ടിട്ടും അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ പോയി, ആ അനുഗ്രഹം പോയി. ഇത്രയും കേട്ടിട്ടും അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ പിന്നെന്താ വഴി? പുതിയ യെരൂശലേമിൽ പോകണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണ്ടേ? സ്റ്റെപ്പ് നമ്മൾ എടുക്കണ്ടേ? അതുകൊണ്ട് കേട്ട അനുഗ്രഹം മുഴുവനും എന്നനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ വിട്ടു നീങ്ങി. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അവസാനത്തെ ദിവസം, അവസാനത്തെ മൊമെന്റ്സ് ഇന്നെങ്കിലും തീരുമാനിക്കണം, അത് വേണോ വേണ്ടായോ. 7 വാക്യം, 12 വാക്യം, 20 വാക്യം. 7 വാക്യം, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. 12 വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. യേശു അവസാനം വിളിച്ചു പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. 20 വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ. എന്താണ് അവിടുത്തെ ജനം തിരിച്ചു വിളിച്ചു പറയേണ്ടത്? ആമേൻ കർത്താവായ യേശുവേ. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. പിന്നെ പറയാതെ എങ്കിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രഖ്യാപനം, അഖിലാണ്ടത്തിന് മാറ്റാൻ പറ്റാത്ത പ്രഖ്യാപനം, ഒരുത്തർക്കും തിരുത്താൻ പറ്റാത്ത പ്രഖ്യാപനം. യേശു വരുന്നു, അവൻ വരും, താമസിക്കില്ല. ഒരു കാരണവശാലും ഈ സത്യത്തിന് മാറ്റം ഉണ്ടാവുകയില്ല. ഭൂമി മുഴുവൻ കേൾക്കേണ്ട വാർത്ത, സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശു, ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയ യേശു തിരിച്ചു വരുന്നു. സകല മനുഷ്യരെ ന്യായം വിധിക്കാൻ അവൻ തിരിച്ചു വരുന്നു. ഓരോരുത്തരോട് കണക്ക് ചോദിക്കാൻ അവൻ മടങ്ങി വരുന്നു. സകലരും അവിടുത്തെ മുൻപാകെ നിന്ന് ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ഇത് ഭൂമി മുഴുവൻ അറിയണം, സകല മനുഷ്യരും കേൾക്കണം. റൈറ്റ്. 8ഉം 9ഉം വാക്യം ഒന്നുകൂടെ വായിച്ചോളൂ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവനോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹപ്രത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞതാണ്. ഇത്ര ഭയങ്കര ദർശനം കാണിച്ചപ്പോ യോഹന്നാൻ സ്വാഭാവികമായി ഭയങ്കര ബഹുമാനം തോന്നി. ഇത് ദൈവമാണെന്നും പറഞ്ഞാൽ നമസ്കരിക്കുന്നത്, ദൂതനാണെന്ന് അവൻ അറിയാം. എങ്കിലും ആ ബഹുമാനം അങ്ങോട്ട് കൊടുത്തു, വീണ്ടും നമസ്കരിച്ചു. അപ്പൊ ദൂതൻ പറയാണ്, അത് പാടില്ല, എന്നെ നമസ്കരിക്കാൻ പാടില്ല, ദൈവത്തെ നമസ്കരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു ദൂതനെയും നമസ്കരിക്കരുത്, ഒരു സ്വർഗ സൃഷ്ടികളെയും നമസ്കരിക്കരുത്. നമസ്കാരത്തിന് യോഗ്യൻ ഒറ്റ ഒരുവൻ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഒരു സ്വർഗീയ ദൂതനും ആരാധന സ്വീകരിക്കില്ല. പിശാച് മാത്രമേ ഈ ദൈവം ഒഴികെ ദൂതഗണത്തിൽ, അത് വീണുപോയ ദൂതന്മാരാണ്, പിശാച് മാത്രമേ ആരാധന സ്വീകരിക്കുകയുള്ളൂ. നിങ്ങളൊരു ദൂതനെ നമസ്കരിച്ചാൽ അത് വാങ്ങുന്നെങ്കിൽ അത് ആർക്കാണ് അർപ്പിച്ചതെന്ന് ഇപ്പൊ തീരുമാനിച്ചോണം. വിശുദ്ധ ദൂതൻ ഒരു കാരണവശാലും വാങ്ങില്ല. അവിടെ കാണുന്നിടത്തെങ്ങും നമസ്കരിക്കരുത്. നമസ്കരിക്കാൻ ഒറ്റ ഒരുവൻ. പുസ്തകത്തിൽ ആവർത്തിച്ച് വിളിച്ചു പറയുന്ന വാക്യമുണ്ടല്ലോ, നീ യോഗ്യൻ. പുസ്തകത്തിന്റെ ആരംഭം മുതൽ കാണുന്ന വാക്കല്ലേ, ആവർത്തിച്ച് വിളിച്ചു പറയുന്നതല്ലേ. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, കുഞ്ഞാടേ നീ യോഗ്യൻ. സ്വർഗം വിളിച്ചു പറയുന്നു, ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. സർവ്വ സൃഷ്ടികളും വിളിച്ചു പറയുന്നു, കുഞ്ഞാടും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും യോഗ്യൻ. എല്ലായിടത്തെയും പ്രഖ്യാപനം അതാണ്, അവൻ യോഗ്യൻ. Alright. Now 10ാം വാക്യം 11ാം വാക്യം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്.
ഇനി അടക്കം പാടില്ല. ഇത് ആളുകൾ അറിയണം. കാരണം ഇതിന്റെ സമയം വന്നിരിക്കുന്നു. ഇതെല്ലാവരോടും വിളിച്ചു പറയണം. കാരണം ഇതറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വരാൻ പോകുന്ന വിധികൾ അറിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ ആപത്തിൽ പോയി പെട്ടുപോകും. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. പിന്നെ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ പറഞ്ഞിരിക്കുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ അത്? പിന്നെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം അറിയാം? ദൈവത്തിന് ഇത്രയും കാര്യമേ പറയാനുള്ളൂ. അവിടത്തേക്ക് നൽകാനുള്ള വെളിപ്പാടുകൾ മുഴുവൻ നൽകിക്കഴിഞ്ഞു. ഈ പുസ്തകത്തോടെ വെളിപ്പാട് കംപ്ലീറ്റഡ്. ഇതിനപ്പുറത്തൊരു വെളിപ്പാട് ഭൂമിയിലെ മനുഷ്യന് കൊടുക്കാൻ ഇപ്പൊ ഇല്ല. നീ ബാക്കി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെന്നറിയാം. അതുവരെ ദൈവത്തിന് ഇത്രേ പറയാനുള്ളൂ. ദൈവം ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് അനീതി ചെയ്യാനാണ് ഭാവമെങ്കിൽ ഓക്കെ, അശുദ്ധിയിൽ ജീവിക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കോളൂ. ഇതിനപ്പുറത്ത് ദൈവത്തിനൊന്ന് പറഞ്ഞു വെച്ച് നിങ്ങളെ മാനസാന്തരപ്പെടുത്താനില്ല. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല, ദൈവം ആരെയും ദണ്ഡിപ്പിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോളറിന് പിടിച്ചു നിർത്തി നില്ലടാ അവിടെ അനുസരിക്കൂ എന്ന് ദൈവം പറയില്ല. നിങ്ങളുടെ സാരിയെ പിടിച്ച് അവിടെ നിർത്തിയും വെച്ച് നിക്കടി നീ ഇതനുസരിക്കൂ എന്ന് ദൈവം വിളിച്ചു പറയില്ല. അവന് പറയാനുള്ള സുവിശേഷം തൻ്റെ ദാസന്മാർ മുഖാന്തരം, തൻ്റെ വചന മുഖാന്തരം ഭൂമിയോട് അരുളിച്ചിരിക്കുന്നു. ഇത് കേട്ടിട്ട് മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ ഇതിനകത്തുനിന്ന് ആർക്കെങ്കിലും ഇറങ്ങിപ്പോകണമെങ്കിൽ ഇറങ്ങിപ്പോകാം. നിങ്ങളുടെ പാപത്തിൽ ജീവിക്കണമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ that is totally up to you. ദൈവം ഒരു മനുഷ്യന്റെയും സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈകടത്തുകയില്ല. ഒന്നുകൂടെ പറയുന്നു, ഒരു നിർബന്ധവും ഇല്ല ദൈവത്തിന്. നിങ്ങളെക്കുറിച്ച് ആഗ്രഹമുണ്ട് ദൈവത്തിന്. എല്ലാവരും അവിടെ കാണണമെന്ന് മുഴു ഭൂമിയെക്കുറിച്ചും ആഗ്രഹമുണ്ട്. എന്നാൽ ആരെങ്കിലും ഒരാൾ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു നിന്റെ മനസ്സുപോലെ ആയിക്കൊള്ളട്ടെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സുവിശേഷം ആരെയും നിർബന്ധിച്ച് വഴി നടത്തുന്ന ഒന്നല്ല. ആരുടെയും സമ്മർദ്ദം ചെലുത്തി രക്ഷയിലേക്ക് വിളിക്കുന്നതല്ല. ആർക്കും സമ്മാനങ്ങൾ വാഗ്ദത്തം ചെയ്ത് സ്വർഗത്തിലേക്ക് വിളിക്കുന്നതല്ല. സുവിശേഷം വിളിച്ചു പറയുന്നു. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അംഗീകരിച്ചുകൊള്ളൂ. ഇതിന് മനസ്സില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിച്ചോണം. കുറെ പേര് പാപം ചെയ്യുന്നു, ദൈവം അതിന് നടപടിയൊന്നും എടുക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാ പിന്നെ ഞാനും പാപം ചെയ്യാം എന്ന് പറയരുത്. അതിന്റെ കാര്യം ദൈവം നോക്കിക്കോളും. വിശുദ്ധൻ പിന്നെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതി ചെയ്യുന്നവൻ ഇനിയും കൂടുതൽ നീതി ചെയ്യട്ടെ. തയ്യാറായിക്കൊള്ളൂ, ഞാൻ വേഗം വരുന്നു. ഒരു സെക്കൻഡ് വേസ്റ്റ് ചെയ്യരുത്. നിന്റെ ഒരുക്കം തികച്ച് കാത്തിരിക്കൂ. ഇതാണ് ദൈവത്തിന് വിളിച്ചു പറയാനുള്ളത്. വളരെ അത്യപൂർവമായ ഒരു അവസരം. എത്രയും വിശദമായി ഈ പുസ്തകം പറയാനുള്ള സമയങ്ങൾ സാധാരണ ഉണ്ടാവാറില്ല. നിങ്ങൾ ഏത് ദേശത്തെക്കുറിച്ചും അന്വേഷിച്ചു നോക്കൂ, ഇങ്ങനൊരു അവസരങ്ങൾ ഇത്രയും വിശദമായി ഉണ്ടായിട്ടുണ്ടാവില്ല. വളരെ അപൂർവം സ്ഥലങ്ങൾക്കേ ഉണ്ടായിട്ടുള്ളൂ. ഈ പട്ടണത്തോട് ദൈവം കാണിച്ച സ്നേഹം, നിങ്ങളോടും എന്നോടും ദൈവം കാണിച്ച സ്നേഹം, ഇത്രയും സത്യങ്ങൾ കേട്ടിട്ട് ഇതെല്ലാം സത്യവുമാണ്. ഇതിലൊരൊറ്റ വാക്കിന് മാറ്റം ഉണ്ടാവില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവൻ സ്പീഡപ്പ് ചെയ്തോട്ടെ. വിശുദ്ധീകരണത്തിന് സ്പീഡപ്പ് ചെയ്തോട്ട്, നീതീകരണത്തിന് സ്പീഡപ്പ് ചെയ്തോട്ട് എന്ന് ഇവിടെ വിളിച്ചു പറയാൻ. എന്താണ് പറയുന്നത്? ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം അവന്റെ പക്കൽ ഉണ്ട്. 13-ാം വാക്യം, ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്തവുമാകുന്നു. ഇത് ഞാൻ ആദ്യമേ വിളിച്ചു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ചപ്പോ നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ അർത്ഥം എന്താണെന്ന്. ഓർമ്മയുണ്ടോ? 1:8 ഞാൻ അൽഫയും ഒമേഗയും. ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞായിരുന്നല്ലോ. എന്തെന്നറിയാ? പുസ്തകം എഴുത്താറിന് ഒപ്പിട്ടതാന്ന് അർത്ഥമായോ? ആദ്യമേ എഴുതി ഒപ്പിട്ടു. ഇവിടം തൊട്ട് അവിടുത്തെ പുസ്തകം അവസാനവും പുസ്തകം ക്ലോസ് ചെയ്യുമ്പോ എഴുത്തുകാരൻ ഒപ്പിട്ടിരിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം കേട്ട ശബ്ദം മനുഷ്യന്റെ ശബ്ദമല്ല, യോഹന്നാന്റെ ശബ്ദമല്ല. ഇത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നേരിട്ടുള്ള വാക്കാണ്. ആകാശം മാറും, അവിടുത്തെ വാക്കിന് മാറ്റം ഉണ്ടാവില്ല. ഭൂമി മാറിപ്പോവും, അവിടുത്തെ വാക്കിന് മാറ്റം ഉണ്ടാവില്ല. എഴുത്തുകാരൻ
അവിടുത്തെ ഫുൾ നെയിം എഴുതി സൈൻ ചെയ്തിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് ദൈവത്തിന്റെ വാക്കാണ്. എടുക്കണമെങ്കിൽ എടുക്കൂ. യു ഡിസൈഡ്. അടുത്ത വാക്യം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അവസാനത്തെ വാക്ക് പറയുകയാണ്, അവിടെ പോണോ തങ്ങളുടെ വസ്ത്രം അലക്കണം. എന്താണ് വസ്ത്രം? ഈ ഉടുപ്പല്ല. ഈ ഉടുപ്പും കൊണ്ട് ആരും അങ്ങോട്ട് പോവില്ല. അതിൻ്റെ അർത്ഥവും നമ്മളൊരു സമയത്ത് പറഞ്ഞതാണ്, ജീവിതം അലക്കുന്നവർ, ഇതിനകത്തെ ലോകത്തിലെ കറ പറ്റാതെ സൂക്ഷിക്കുന്നവർ, ലോകമോഹങ്ങളിലേക്ക് പോയി ഇതിനകത്താകാത്തവർ, ലോകത്തിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളിലും ടെൻഷനിലും അകപ്പെട്ട് ഈ വസ്ത്രം മുഴുവൻ ചുളുക്കി കളയാത്ത ആളുകൾ, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നെത്തുവാൻ. ജീവിതത്തിൽ ഒരൊറ്റ തകരാറ് പറ്റിയാൽ അന്ന് വെടിപ്പാക്കണം. ഒരു വാക്കിലൊരു തെറ്റ് പറ്റിയാൽ അപ്പത്തെ ശരിയാക്കണം. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങാൻ തയ്യാറാവരുത്. ചിന്തകളിൽ ഒരു തകരാറ് പറ്റിയാൽ അപ്പത്തിരുത്തിക്കണം. സ്തോത്രം. ആ ചിന്തയും കൊണ്ട് കയറി ഇറങ്ങി നടക്കരുത്. ചെറിയൊരു കറ പറ്റിയാൽ അപ്പ ശരിയാക്കുവാൻ യേശുവിന്റെ രക്തം കഴുകാൻ മതിയായതാണ്. അവിടുത്തെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓഫ് കോഴ്സ് അത് ചെയ്യാതെ ജീവിക്കാൻ ശീലിക്കണം. അങ്ങനെ ആത്മമണ്ഡലം ഉണ്ട്. പാപം തൊടാതെ അതിനെ അതിജീവിക്കുന്ന ഒരു മണ്ഡലം ഉണ്ട്. അതിലേക്ക് എല്ലാവരും പോയിട്ടില്ല, പക്ഷെ പോണം. പാപം വന്നാൽ ഉടനെ കണ്ണിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങിച്ചെന്ന് അതിനെ ചുട്ടുകളയുന്നൊരു സംവിധാനം. ഏനാ കൈകളിലേക്ക് പാപം അടുത്തു വരുമ്പോഴത്തേക്ക് ഇതിനകത്തൂടെ വ്യാപരിക്കുന്ന ആത്മശക്തി അങ്ങോട്ട് എന്നിട്ട് ആ പാപത്തെ ചുട്ടുകളയുന്നൊരു മണ്ഡലം. റിയ അങ്ങനെ മണ്ഡലമുണ്ട്. പാപമില്ലാത്ത ആത്മജീവിതത്തിൻ്റെ ഒരു മണ്ഡലമുണ്ട്. സ്തോത്രം. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നിന്റെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കട്ടെ. അങ്ങനെയാണ് സഭാപ്രസംഗി പറയുന്നത്, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ, നിന്റെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കട്ടെ. ഒരുങ്ങി തയ്യാറായിരിക്കുവേൻ, എപ്പോഴും തയ്യാറായിരിക്കുവേൻ. ഹല്ലേലൂയ. 17-ാം വാക്യം, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇത് കേട്ടവരോട് ഒരു ദൂത് പറയുകയാണ്. എന്താണ്? ഒന്നുകൂടെ വായിക്കാമോ? വരിക എന്ന് ആത്മാവ് പറയുന്നു, മണവാട്ടി പറയുന്നു. എന്തിന് വരണം? ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ആര് പറയുന്നു? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നെടുനീളത്തിൽ എല്ലാ മനുഷ്യരോടും വിളിച്ചു പറയുന്നു, ഭൂമി മുഴുവൻ വിളിച്ചു പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ആത്മാവിൽ ദരിദ്രനായവൻ വരട്ടെ, ദൈവത്തെ വേണ്ടവൻ വരട്ടെ, അല്ലാത്തവൻ വരില്ല. ദാഹിക്കുന്നവൻ വരട്ടെ, പൈസ വേണ്ട. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. പരിശുദ്ധാത്മാവ് മാത്രമല്ല വിളിച്ചു പറയുന്നത്, മണവാട്ടിയും വിളിച്ചു പറയുന്നു. ആരാണ് മണവാട്ടി? അവിടുത്തെ സത്യസഭ. ആരാണ് മണവാട്ടി? ഇതിനകത്ത് ഇരിക്കുന്ന യേശുവിന്റെ വരവിന് വേണ്ടി പോകാൻ ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളോട് എന്താ വിളിച്ചു പറയുന്നത്? മണവാട്ടിയും വിളിച്ചു പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൂത് കേട്ട ഏവരോടും ഒരു ജോലി ഫലമേൽപ്പിച്ച് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ വിളിച്ചു പറയൂ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. യേശു വരുന്നു, സത്യം, നിത്യതയുണ്ട്, സത്യം. എന്റെ വീട്ടുകാരെ കേൾക്കുവീൻ, എന്റെ നാട്ടുകാരെ കേൾക്കുവീൻ, എന്റെ സഹപ്രവർത്തകരെ കേൾക്കുവീൻ, തൊഴിൽ ഉടമസ്ഥരെ കേൾക്കുവീൻ, തൊഴിലാളി സഹാക്കളെ കേൾക്കുവീൻ, സകലം കേൾക്കുവീൻ. ദാഹിക്കുന്നവൻ ആരുണ്ടോ വരട്ടെ, ജാതിയേതാകട്ടെ, കുലമേതാകട്ടെ, ആരും വരട്ടെ. ജീവന്റെ ജലം നിങ്ങൾക്ക് തയ്യാറെന്ന് വിളിച്ചു പറയാൻ ഈ പ്രസംഗം കേട്ട എല്ലാവരോടും, ഈ ക്ലാസ് കേട്ടവരോടും ആത്മാവേൽപ്പിച്ചു വിടുന്നു. ഞാനല്ല, ആത്മാവേൽപ്പിച്ചു വിടുന്നു. You cannot keep silent. 18-19 വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഒരു മുന്നറിയിപ്പ്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഒരു മുന്നറിയിപ്പ്. എന്താണ്? അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. റൈറ്റ്.
ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. പുസ്തകത്തെ തൊട്ട് കളിച്ചേക്കില്ല. സ്തോത്രം. അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ അനുസരിക്കണ്ട. പക്ഷെ പുസ്തകത്തെ തൊട്ട് കളിച്ചേക്കല്ല. ഇതിനകത്ത് കൂട്ടാൻ പാടില്ല, ഇതിനകത്ത് കുറയ്ക്കാൻ പാടില്ല. നിങ്ങൾക്ക് അനുസരിക്കാൻ സൗകര്യമില്ല, അനുസരിക്കാതെ മാറി നിൽക്കണം. ഇതിനകത്ത് അങ്ങനെ ഇല്ല എന്ന് പറയല്ലേ. പറഞ്ഞാൽ ഇതിനകത്ത് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകൾ അവന്റെ മേൽ വരുത്തും. ഇതിൽ നിന്ന് വല്ലതും നീക്കിക്കളഞ്ഞാൽ വരാനുള്ള രാജ്യത്തിലും ജീവവൃക്ഷത്തിലും അവൻ ഓഹരി ഇല്ലാതെ പോവും. സ്തോത്രം. കർശന ദൂതാണ് വചനം പറയുന്നത്. ഭയങ്കര കർശന ദൂതാണ്. ദൈവം തീർത്തു പറയുന്നു, പുസ്തകത്തെ തൊട്ട് കളിക്കരുത്. ആമേൻ. അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ, ദാറ്റ്സ് അപ് ടു യു. പക്ഷെ ഈ പുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണ്. ആർക്കും നീക്കാനും കൂട്ടാനും അധികാരമുള്ള പുസ്തകം അല്ല. ഭയങ്കര വാർണിംഗ് കൊടുത്തു നിർത്തുകയാണ്. അടുത്തത്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന ഫൈനൽ വാക്ക്. സാക്ഷീകരിക്കുന്നവൻ പറയുന്നു, അതേ ഞാൻ വേഗം വരുന്നു. അവസാനത്തെ ദൂത്, ഇത് അവൻ വേഗം വരുന്നു. യേശു പറയുന്നു, ഞാൻ വേഗം വരുന്നു. ബാക്കി നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അവിടെ പറഞ്ഞ മറുപടി ആമേൻ, ആമേൻ. കർത്താവേ യേശുവേ വരണമേ. എന്താ അർത്ഥം അറിയാം? റെഡി കർത്താവേ, നീ വരുന്നു, ഞാൻ റെഡി, പ്ലീസ് കം. ആയുസിന്റെ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് പറയാം? എല്ലാ ദിവസവും പറയാൻ റെഡിയാണോ? ആമേൻ കർത്താവേ വരണമേ, ഐ ആം റെഡി ടുഡേ. ഇന്ന് ഞാൻ റെഡിയാണ് കർത്താവേ. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും വിളിച്ചു പറയാൻ തയ്യാറാണോ? യേശുവേ, സ്വർഗത്തിൽ വരാൻ ഞാൻ റെഡിയാണ്, അവിടുത്തെ രാജ്യത്തിൽ വരാൻ ഞാൻ റെഡിയാണ്. അത് തയ്യാറില്ലാത്ത ഒറ്റ ആളുണ്ടാവരുത്. ഇറ്റ്സ് എ ചോയ്സ്. മനസ്സുണ്ടോ പറയാൻ ഞാൻ വരുന്നു? എപ്പോഴും റെഡിയായിരിക്കും. അലസമായ ഒരു ദിവസം ഞാൻ ജീവിക്കില്ല. ഒരു സെക്കൻഡ് നേരം ഇനിമേലെ ഞാൻ അലസമായി ജീവിക്കില്ല. ഒരു സെക്കൻഡ് നേരം ഞാൻ പാപത്തെ താലോലിക്കില്ല. എൻ്റെ ശരീരത്തിലാകട്ടെ, മനസ്സിലാകട്ടെ, എൻ്റെ ആത്മാവിലാകട്ടെ, എൻ്റെ വീട്ടിലാകട്ടെ, ഒരു സെക്കൻഡ് നേരം ഞാൻ പാപത്തെ താലോലിക്കില്ല. പാപത്തിൻ്റെ ഒരു ചരക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വെക്കില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കില്ല. എൻ്റെ ടിവിക്കകത്ത്, എൻ്റെ വീട്ടിൽ പാപത്തിൻ്റെ ഒരു വസ്തുത ഞാൻ ഓപ്പൺ ചെയ്യില്ല. യേശു വരുന്നു, കളിയല്ല. ആരെയും കൊണ്ടുപോകാൻ വരുന്ന വരവല്ലത്. തനിക്ക് വേണ്ടി വാക്ക് പറഞ്ഞ് കാത്തിരിക്കുന്ന കാന്തയെ കൊണ്ടുപോകാനുള്ള വരവാണ്. ഇത്രയേ ദൈവത്തിന് പറയാനുള്ളൂ. ഇതിനപ്പുറത്തൊരു വെളിപ്പാടില്ല. ഇത് ഫൈനൽ വെളിപ്പാട്. ഇന്ന് ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ വെളിപ്പാടിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് തീർത്തു പറയാൻ മനസ്സാണോ? 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 ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലളിതവും അർത്ഥഗംഭീരവുമായ ദൈവവചന സത്യങ്ങൾ ആധികാരികതയോടെ കേൾക്കുവാൻ സാധിച്ചുവല്ലോ. കേട്ടത് ഒഴുകിപ്പോകാതെ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കിടയാകട്ടെ. തിരുവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ പ്രിയ ദേവദാസനെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്ലാസുകൾ നയിച്ച ബഹുമാനപ്പെട്ട കർത്തൃദാസനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമ്മുടെ അരുമനാഥനായ കർത്താവ് ഇന്ന് വരുമെന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഓരോ ദിവസവും അവിടുത്തെ വരവനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കാം. നമ്മുടെ പ്രത്യാശയും വിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ഈ വേദപഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി
മാലിന്യം ഏൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനാൽ മാലിന്യം ഏൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തയായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തയായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും.